So I'm Sister Mercy. Now today I am attending the class from Shillong. So I've been attending the സാറിന്റെ കൂട്ടത്തിലേക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി. 1.5 വർഷത്തോളമായി കഴിഞ്ഞ. സോ ഈ ക്ലാസ്സും ഫ്രീ വെബിനാറുകളും എല്ലാ മാസവും ഒന്നുകിൽ ക്ലാസ്, ആഴ്ചയിലുള്ള മാസത്തിലുള്ള ഫ്രീ വെബിനാറുകള്, പിന്നെ ഒരു അലുമിനി മീറ്റിംഗ്, ഇതൊക്കെ കഴിയുന്നത്ര ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ഈ NLPയുടെ ഉദ്ദേശം ഒത്തിരിയധികം മാറ്റങ്ങൾ, NLP എന്ന് പറയുന്നത് ഒരു നോയിങ് യുവർ മൈൻഡ്, നോയിങ് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ മൈൻഡ് തോട്ട്സ് ആൻഡ് ബിക്കം ഹാപ്പി. അതാണ് NLPയുടെ ഇത് തന്നെ. നമ്മുടെ ചിന്തകളെ എങ്ങനെ അറിയാൻ പറ്റും, നമ്മുടെ ചിന്തകളെ നമ്മൾ എങ്ങനെ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും, നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം. നമുക്കിപ്പോൾ ഹൗ ടു ബി ഹാപ്പി. സോ നമ്മളിപ്പോ ഒരു സന്തോഷമില്ലാത്ത ഒരു ചിന്ത വന്നു, അവർ തോട്ട്സ് ആർ മേക്കിംഗ് us unhappy, that we know. സോ നമുക്കിപ്പോ ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്, മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്നത്, വി ആർ നോട്ട് ഹാപ്പി, ഐ എം നോട്ട് ഹാപ്പി, ഇപ്പൊ ഒരു സന്തോഷമില്ലല്ലോ. So immediately we have to change our thoughts. So സന്തോഷം തരുന്ന ഒരു ചിന്തയിലേക്ക് നമുക്ക് സന്തോഷമുള്ള ഒരു ഇതിനെ ഓർമ്മിച്ചെടുക്കുക. അപ്പൊ അതിന് നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും അതിന് സന്തോഷമായിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനും നമ്മുടെ എന്താവശ്യമുണ്ട്, നമുക്ക് നമ്മുടെ മനസ്സിനെ അതിനായി ഒരുക്കുക. നമ്മുടെ അച്ചീവ്മെന്റിനും സക്സസിനും ഒക്കെ നമ്മുടെ മനസ്സിനെ ഒരുക്കുക. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ NLP ക്ലാസ്സുകളിലൂടെ നേടാൻ കഴിഞ്ഞു. ഈ വെബിനാറിലൂടെ സാർ ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ, നമ്മുടെ പഠിച്ച ക്ലാസ്സുകളെ, നമ്മുടെ നോളജിനെ, we can express our knowledge, we can share our knowledge with others. And sir gives us different topics, so we can learn about, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും പറ്റുന്ന ഒരു വേദിയാണിത്. ഇതിലേക്ക് വന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സാറ് എന്ന് പറഞ്ഞ സാറിന്റെ ഓരോ ക്ലാസ്സുകളും നമ്മളെ ഇറ്റ്സ് വെരി ഡിഫറെന്റ് ആൻഡ് ഇറ്റ്സ് വെരി നോളജബിൾ ആൻഡ് ഇറ്റ് അട്രാക്ട്സ് എവരി വൺ. ഐ ഡോണ്ട് തിങ്ക് ഒരു സാറിന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ കാര്യങ്ങളും പഠിക്കാതെ ആരെങ്കിലും പോയിട്ടുണ്ട്. സോ എവറി ഡേ കംസ് വിത്ത് ന്യൂ ഐഡിയാസ്, ന്യൂ നോളജ്. സോ വെൽക്കം സർ ആൻഡ് വെൽക്കം ഓൾ ഓഫ് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടെ ഇപ്പം വന്നിരിക്കുന്നവര് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അവരെ പറ്റിയും അവർക്ക് NLP ആയിട്ടുള്ള കണക്ഷന്, പിന്നെ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതും കൂടെ പറയാന്നുള്ളതാണ്. അപ്പൊ ഇന്നയാളെന്നില്ല, ആർക്കണിയെ പറയാം, വീഡിയോ ഓപ്പൺ ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, സ്റ്റാർട്ട്. Rajashree madam, you can begin. Okay, good evening everybody. എൻ്റെ പേര് രാജശ്രീ. എൻ്റെ സ്ഥലം അടൂരാണ്. എന്നെ എൻ്റെ സിസ്റ്ററാണ് സാറിൻ്റെ ക്ലാസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ NLPയുടെ ബേസിക് കോഴ്സും ഒരു പ്രാക്ടിക്കൽ സെക്ഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇതുപോലെ വരുന്ന ഫ്രീ വെബിനാറുകളും അറ്റൻഡ് ചെയ്യുന്നു. ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴും അല്ലാതെ സാറിനെ വിളിച്ചും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന വേദനകള്, ഭയം, ട്രോമ ഇവയെല്ലാം ക്യൂർ ചെയ്യാനും ഭാഗ്യം എനിക്ക് ഉണ്ടായി. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പല ഇംപ്രിന്റ്സും അനുഭവങ്ങളും ക്യൂർ ചെയ്യപ്പെടേണ്ടതാണ്, അതിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ്. ഓരോ നിമിഷവും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്നും വ്യതിചലിച്ച് ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാണ്. ഈ ക്ലാസ്സുകൾ മുഖാന്തരമാണ്. അത് സത്യത്തിൽ ഒരു പറിച്ചുനടിയിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. സോ ഇത് എല്ലാവർക്കും ഒരു നല്ല മാറ്റം വരുത്തും.
എന്നാണ് എനിക്ക് ഈ ക്ലാസ്സുകളെ കുറിച്ച് ഉറപ്പ് പറയാനുള്ളത്. തുടർന്നും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. Is it going to be in Malayalam, Mr. Thomas? Yeah, this is going to be in Malayalam. Okay, thank you. If you don't mind, I will leave. Not that I can't. Please. Thank you very much. Thank you. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. സർ, എൻ്റെ പേര് അനില. ഞാൻ താമസിക്കുന്നത് തട്ടത്തുമല, തിരുവനന്തപുരം ജില്ലയുടെ ബോർഡറിലാണ്. ഞാനൊരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. NLPയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് എനിക്ക് അയച്ചത്, സാറിന് അഡ്രസ് എനിക്ക് അയച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് സാർ കയറുന്നതിലേക്ക്. അറിയാനുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, ഇതിലോട്ട് കയറിയത്. താങ്ക് യു. സൈക്കോളജി വല്ലതും പഠിച്ചിട്ടുണ്ടോ? അതെ സാർ. ഞാൻ സൈക്കോളജിയിൽ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, അതുപോലെ PGDC പോസ്റ്റ് ഡിപ്ലോമയുണ്ട്. ഞാൻ കൗൺസിലിംഗ് സെന്റർ നടത്തുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി. എനിക്ക് കുറച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നിയതുകൊണ്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഇത് കിട്ടി ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് സാർ. NLPയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ അറിയില്ല. കേട്ടിട്ടുണ്ട് സാർ. അല്ലേ, എന്താണെന്നാണ് ടോപ്പിക്കിൽ എഴുതിയിരിക്കുന്നത്. അതെ, അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് സാർ കയറിയത്. പറയുള്ളന്നേ, നത്തിങ് ലെസ് ഓർ മോർ. സാർ, ആ എഴുതിയിരിക്കുന്ന അത്രയേ കാര്യമുള്ളൂ. ഓക്കെ. NLP എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ്, തീർന്നു. സിമ്പിൾ സെന്റൻസ്. അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യാതെ കൂടെ കുറച്ച് സാറിന്റെ ക്ലാസ്സിലൂടെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ആണ് ഞാൻ കയറിയത് സാർ. അല്ലാതെ പ്രോബ്ലം അല്ലാതെ നമുക്ക് സോൾവ് ചെയ്യണമല്ലോ. ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. അങ്ങനെ ചോദിക്കുക. അതാണ് അറിയേണ്ടത്. യെസ്, അതാണ് സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ്? ഗീത നായർ, പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് കൈമനം എന്ന് പറയും. NLP ഞാൻ ഒരു ലെവൽ, ബേസിക് ലെവൽ ചെയ്തിട്ടുണ്ട് വേറൊരു ക്ലാസ്സിൽ നിന്ന്. പക്ഷെ അത് ജീവിതത്തിൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് മറ്റുള്ളവർക്ക് നമുക്ക് പറ്റുന്ന പോലെ ചെയ്ത് കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പം അതാണ് സാറിന്റെ ഈ ലിങ്ക് കിട്ടിയത്. സാറിന്റെ സ്റ്റുഡന്റ് അമിത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി നമ്മുടെ ഗ്രൂപ്പിൽ കൊണ്ടിട്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി ആണ് പറഞ്ഞത് ജോയിൻ ആവണം. സാറിനെ പറ്റി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുള്ളിക്കാരത്തി പറഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കുറെ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഒരെണ്ണം പറയാമോ? സാറിന്റെ കാര്യം ഒരെണ്ണം പറയട്ടെ. അതായത് ഒരു നമുക്കിപ്പോ ഒരു ക്ലാസ് നമുക്ക് ഒരറിവ് പോലും തരാത്ത ഒരു ക്ലാസ്സും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ചെറിയ അറിവ് ഏത് ക്ലാസ്സിലും നമ്മൾക്ക് വിചാരിക്കും നമുക്ക് ആ ക്ലാസ്സിൽ പോയിട്ട് ഒന്നും കിട്ടത്തില്ല, ഈ ക്ലാസ്സിൽ പോയിട്ട് ഒന്നും കിട്ടത്തില്ല എന്ന്. പക്ഷെ അങ്ങനല്ല. എന്തെങ്കിലും ഒരു ചെറിയ അറിവ് നമുക്ക് എടുക്കാം. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലോട്ട് വരാൻ എന്നെ ഒരു ഇൻഫ്ലുവൻസ് ആയത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യം പറയട്ടെ. നിങ്ങളുടെ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണോ വന്നത്, അല്ലേ? ഒരറിവെങ്കിലും. ഈ അറിവ് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? നമുക്കും മറ്റുള്ളവർക്കും ഒരു പ്രയോജനം. നിങ്ങളെ ട്രിവാൻഡ്രത്തിന് എറണാകുളത്തിന് വരാനുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെക്കുക, എന്ത് പ്രയോജനം? നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് വണ്ടി കയറിയല്ലേ നടന്നു വരണ്ടേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ അറിവെന്ന് പറയുന്നത് ബേർഡനാണ്. ഇനി ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. നോളജ് ഈസ് എ ബേർഡൻ. അത് ആദ്യം കേൾക്കുമ്പോൾ സാറെന്നാ മണ്ടത്തരായി പറയുന്നത് തോന്നും. അങ്ങനെ അതിന്റെ കിടപ്പ്. അറിവ് കിട്ടുന്തോറും തലയിൽ ഭാരം കൂടും. നമുക്ക് ഒത്തിരി അറിവുകളുണ്ട്. ഈ അറിവെല്ലാം കൂടെ തലയോട് കയറി തലയുടെ ഭാരം കൂടും.
അപ്പോഴാണ് പെടലി വേദന ഉണ്ടാകുന്നത്, നടുവിന് വേദന ഉണ്ടാകുന്നത്. അതിന് വേറൊരു ഭാഷ പറഞ്ഞ ഈഗോ എന്ന് പറയും. അറിവ് കൂടുന്തോറും ഈഗോ കൂടിക്കൊണ്ടിരിക്കും. അറിവുകൊണ്ട് ഒരു ഗുണമില്ല. അറിവ് ഷുഡ് മേക്ക് യു സം ചേഞ്ചസ് ഇൻ യു. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത്. നമ്മളത് അറിയണമെന്ന് നിർബന്ധമില്ല. അറിവ് കിട്ടുന്തോറും മാറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അറിവിനെ മായ്ച്ചു കളഞ്ഞില്ലേ. അപ്പൊ എന്നിൽ എന്താ ഇന്നലത്തിൽ നിന്ന് ഇന്ന് എന്ത് മാറ്റം സംഭവിച്ചു? ഐ എം എ ഡിഫറെന്റ് പേഴ്സൺ ഫ്രം യെസ്റ്റർഡേ ടു ടുഡേ. എവറി മോമെന്റ് യു ആർ ബിക്കമിങ് എ ന്യൂ പേഴ്സൺ. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ചേഞ്ചിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പറന്നു വന്ന കുട്ടിയാണോ? അപ്പൊ അല്ലല്ലോ. എന്തെല്ലാം അറിവുകൾ കിട്ടി. പക്ഷെ അറിവ് കൊണ്ട് എന്ത് പ്രയോജനം? ചോറുണ്ടെന്ന് എങ്ങനെയാന്ന് 2-3 വയസ്സുകൊണ്ട് നിങ്ങൾ പഠിച്ചു. അതൊരു അറിവാണ്. വല്ല പ്രയോജനമുണ്ടോ? ചോറുണ്ണണ്ടേ? വേറായോ? ഇതാണ് അറിവെന്ന് പറയുന്നതല്ല. തന്നെ സൈക്കിൾ ചവിട്ടാനുള്ള അറിവ് കിട്ടി. പക്ഷെ സൈക്കിൾ ചവിട്ടി അതിന്റെ ഗുണം കിട്ടണ്ടേ? അപ്പൊ അറിയാന്ന് പറഞ്ഞാൽ 4 പേരുടെ മുമ്പിൽ പറയാം, എനിക്ക് ആ ഡിഗ്രി ഉണ്ട്, ഈ ഡിഗ്രി ഉണ്ട്, ഞാൻ NLP കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ NLPയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കും. സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും ഗുണം. ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. എനിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നിങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് 10 കൊല്ലം മുമ്പുള്ള അതേ ആളായിട്ടായിരിക്കുന്നെങ്കിൽ എന്താ പ്രയോജനം? ഓ, ദാറ്റ് പേഴ്സൺ ഈസ് സെയിം തിങ്. ഒരു മാറ്റമില്ല നമ്മൾ പറയാതെ. പല ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ നമ്മളെ പറ്റിയും ചിലപ്പോൾ പല ആൾക്കാരും മക്കൾ പറയുമായിരിക്കും, ഓ, ഞാൻ ജനിച്ചപ്പം മുതൽ ഈ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ഈ മാറ്റങ്ങൾ മറ്റുള്ളവരെ അറിയുന്നത്, നമ്മളറിയില്ല. നമ്മുടെ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ അറിയുന്നത്? അവരുടെ മുഖത്ത് നോക്കിയാൽ മതി. അപ്പൊ അറിയാം എനിക്ക് ഇന്നലെ ഉള്ള ഞാനാണോ ഇന്നത്തെ ഞാൻ. അത്രയേ ഉള്ളൂ. ഞാനാണ് ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറയുന്ന വെച്ചിട്ട് ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്, അല്ലാണ്ട് പ്രത്യേക ക്ലാസ് ഒന്നും അല്ല. ഓക്കെ, അടുത്തയാൾ പറയൂ. സൂരജ് പറയൂ. നമസ്കാരം സർ. നമസ്കാരം. സോ എൻ്റെ പേര് സൂരജ്. ഞാൻ ബാംഗ്ലൂരിലാണ് സെറ്റിൽഡ്. ആൻഡ് സ്വദേശം പാലക്കാടാണ്. എഞ്ചിനീയർ ആണ് പ്രൊഫഷൻ. ആൻഡ് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് നത്തിങ്. ഞാൻ ഈ ഒരു NLP കോഴ്സ് സാറിൻ്റെ ഞാൻ ജസ്റ്റ് ഏകദേശം 1.5 മന്തായി. 1 ബേസിക് കോഴ്സ് പ്ലസ് 1 അഡ്വാൻസ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബിലീവ് മീ, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു NLP എന്ന് പറയുന്നത്. സീരിയസ്ലി. ബിക്കോസ് അതിൽ നിന്ന് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഈവൻ അതൊരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണെങ്കിൽ പോലും തന്നെ എൻ്റെ തോട്ട് പ്രോസസ്സ് ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. സോ ഐ എം സോ ഹാപ്പി. ആൻഡ് ഈവൻ ടുഡേ ആണെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ഒരു ലൈഫിനെ കുറിച്ച് ഡീപ്പിലൊരു ഡിസ്കഷനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യായിരുന്നു. ഞാൻ പറയുന്ന പോലെ തന്നെ NLPയുടെ ആ ഒരു ലാംഗ്വേജിലൂടെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു മൈൻഡ്, ബ്രെയിൻ, അതേപോലെ തന്നെ ബോഡി, ആ ഒരു കണക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയായിരുന്നു ഞാനത് റെപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. ആൻഡ് എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളിൽ ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സർ. ആൻഡ് റിഗാർഡിംഗ് ടുഡേസ് ടോപ്പിക്, solution, meaning solution to your problems. Solution to your problems is nothing but you. ഞാൻ തന്നെയാണ് എൻ്റെ സൊല്യൂഷൻ. ബിക്കോസ് ഈ ഒരു NLP എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ഗൈഡ്. യു ഹാവ് ടു നമ്മളെ ഒരു വഴിയിലേക്ക് ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് യു ഹാവ് ടു ടേക്ക് ഡിസിഷൻ ആൻഡ് യു ഹാവ് ടു തിങ്ക്. എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഓരോ ആളുടെ ഓരോ പ്രശ്നങ്ങൾ അവർക്ക് തന്നെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് ആണ്. അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ലൈഫിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് യുവർ പ്രോബ്ലം, യുവർ സൊല്യൂഷൻ ഈസ് യു ഓൺലി. സോ അതാണ് NLP പഠിപ്പിക്കുന്നത്. സോ ബിലീവ് മീ, ഇതൊരു എന്താ പറയാ,
എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആവട്ടെ ലൈഫിലെ. ഇവൻ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ഇതിലൂടെ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സൂരജ്. പ്രോബ്ലം സൊല്യൂഷൻ ഇങ്ങനെ രണ്ട് സംഗതികളല്ലേ. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ഒരു സൈഡിലെ സൊല്യൂഷൻ കിടപ്പുണ്ട്. ഈ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സംഗതി. ഈ വാക്ക് കിട്ടാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സംഗതിയൊക്കെ, ഇല്ലേ? വാക്ക് കിട്ടുന്നില്ല, യു കനോട്ട് എക്സ്പ്ലെയിൻ വിത്ത് വേർഡ്സ്. അപ്പോൾ അതിനെ നമ്മൾ സംഗതി എന്ന് പറയും. അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു സംഗതി, അതിൻ്റെ ഒരു വശത്ത് സൊല്യൂഷൻ കിടപ്പുണ്ട്. ഒരു സംഗതിയെ തലതെറിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമായിട്ട് വരും. ആരും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ഞാനിതിൻ്റെ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പേനായോ പെൻസിലോ കടലാസോ കൊണ്ട് താഴെ വെച്ച് പൂട്ടി വെക്കണം. എന്നിട്ട് അറിയാവോ, എന്നെ പിൻ ചെയ്യാൻ അറിയാവോ? എന്നെ മാത്രമേ സ്ക്രീനെ കാണാവുള്ളൂ. ഓക്കെ. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ സൈഡിൽ കിടപ്പുണ്ട് സൊല്യൂഷൻസ്. സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിൻ്റെ പുറത്ത് കിടക്കണം. ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, എല്ലാവരും പറയുന്നതാണ്. കം ഔട്ട് ഓഫ് ദ പ്രോബ്ലം ആൻഡ് സീ വാട്ട് ഈസ് ദ പ്രോബ്ലം. പക്ഷെ അതൊന്നും തലേ കയറിയല്ല. അതെങ്ങനെയാ കയറുന്നത്? ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ വീടിന് തീ കത്തിക്കൊണ്ടിരിക്കുക, ഞാൻ അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, ഞാൻ അറിയല. ഞാനിങ്ങനെ അറിയുന്നത്, ഞാൻ തീ കാണുന്നില്ലോ. പരമ്പരയാണെങ്കിൽ പുറമേ കത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടി കണ്ടൊക്കെ കെട്ടിയതാണ്, പുറമേയുള്ള ആൾക്കാരറിയും. ഞാൻ അവിടെ കിടന്ന് വെന്തു പോവും, മരിച്ചു പോകും. ഞാൻ മരിക്കുന്നത് ഞാൻ അറിയുന്നുമില്ലല്ലോ. ഇതാണ് പ്രോബ്ലത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ്റെ വഴി കാണണം എന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിൻ്റെ പുറത്ത് കിടക്കണം. അതാണ് അതിൻ്റെ ഒരു വശം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോഴാണ് എനിക്ക് വരുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ പുറത്ത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാരമാണ്. പുറത്തിറങ്ങിയിട്ട് നോക്കിയാൽ മതി. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹാഫ് എം ടി ഹാഫ് എം ടി ഗ്ലാസ്, ഹാഫ് ഫുൾ ഗ്ലാസ്. അപ്പം അതിനകത്ത് വല്ല പ്രോബ്ലം ഉണ്ടോ? അങ്ങനെ പറയാം. ഹാഫ് എം ടി, ഹാഫ് ഫുൾ, രണ്ടും സെയിം ആണ്. കണ്ടന്റ് ഈസ് സെയിം. എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാ ഹാഫ് എം ടി എന്നതിനാ പറയുന്നത്? എം ടി എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല, ഉണ്ടോ? ഖാലി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതിൻ്റെ പേരാണ് എം ടി. അപ്പൊ ഇല്ലാത്ത എങ്ങനെയാ ഉണ്ടാകുന്നത്? അപ്പൊ ഹാഫ് എം ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ തെറ്റ്. ഹാഫ് ഫുള്ളെന്ന് പറയുമ്പോൾ ഫുള്ളല്ലേ, പിന്നെ ഇതിനെ ഹാഫ് എന്ന് പറയുന്നത്? ഹാഫ് എങ്ങനെയാ ഫുള്ളാകുന്നത്? സിമ്പിൾ ലോജിക്. അപ്പൊ ഇത് രണ്ടും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയല്ല. പറ്റുമോ? അപ്പൊ അവിടെ തന്നെ തെറ്റിപ്പോയി. നമ്മുടെ കാഴ്ചപ്പാട് പൊതുവെ എല്ലാം തെറ്റാ. നമ്മളെ എല്ലാവരും തെറ്റിച്ചാ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തിരിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ എത്ര സൗകര്യപ്രദമായിട്ട് സന്തോഷമായിട്ട് ഒരു അനക്കവും ഇല്ല, ഞെരുക്കവും ഇല്ല, ഒന്നും ഇല്ലാണ്ട് കിടന്നതല്ലേ. പുറത്തോട്ട് ഇറങ്ങിയതേ കരയാൻ തുടങ്ങി. കാലാവസ്ഥ ശരിയാകിയല്ല, അമ്മ കയറി പിടിക്കുമ്പം ശരീരത്തിന് ഇതാകുന്നത്. മറ്റേതിനകത്ത് നല്ല സോഫ്റ്റ് പോലത്തെ ഉള്ളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കുഞ്ഞാക്കട്ടിൽ കിടക്കുന്ന പോലെയല്ലേ കുട്ടി അകത്ത് കിടക്കുന്നത്. കുട്ടി അറിയുന്നില്ല. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ പ്രശ്നമായി. എന്ന് പറഞ്ഞാൽ പുറം ലോകം മുഴുവനും ഞാൻ കാണുന്ന എല്ലാം പ്രശ്നമായിട്ടാണ്. കുട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് സംഗതി എന്നുള്ള കുട്ടി മനസ്സിലാക്കുന്നില്ലല്ലോ. കുട്ടി മനസ്സിലാക്കിയ പ്രശ്നമില്ല. ഇതാണ് ഈ ദ പ്ലേസ് വേർ യു ആർ ഗോയിങ് ടു ഗ്രോ.
ഓർ ലീവ് എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അതിനുള്ള ബോധം കൊച്ചിനില്ലല്ലോ. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസം വിട്ടാൻ തുടങ്ങുന്നു, ശ്വാസം കൂടിപ്പോകുന്നു, കുറഞ്ഞു പോകുന്നു, കാരണ്ടൊക്കെ വന്ന ഇങ്ങനെ മനുഷ്യരൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പുറത്തേക്ക് വരുമ്പോഴേ കാണുന്നതെല്ലാം അവന് പ്രോബ്ലമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും പ്രോബ്ലം അല്ല, ഇതെല്ലാം റിയാലിറ്റിയാണ്. നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എല്ലാം റിയാലിറ്റിയാണ്. പക്ഷെ അത് നമുക്കത് റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ ഒരു സൈഡ് പ്രോബ്ലം, ഒരു സൈഡ് റിയാലിറ്റി. അപ്പൊ NLP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങളെ റിയാലിറ്റി കാണിച്ചു തരിക എന്നുള്ളതാണ്. അത് കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. സിമ്പിൾ. ഇതിന്റെ ആ ശരിക്കുള്ള സംഗതി ഇതാണ്. കുട്ടൻ നമ്മൾ പറയും എല്ലാ സംഗതിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ഈ സൈഡിൽ സൊല്യൂഷൻ കിടപ്പുണ്ട്. നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് ഈ വിവാഹസദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ പപ്പടം കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും അവന് മുഴുവൻ വലിയ പപ്പടം കിട്ടിയല്ലേ, ചെറിയ പപ്പടം കിട്ടി, എനിക്ക് കിട്ടിയതിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോയി. അപ്പൊ ഇവനെന്തിനാ അങ്ങനെ അത് കാണുന്നത്? നിനക്ക് കിട്ടിയത് കണ്ടാ പോരെ. ഫുള്ള് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതാണ് ഫുള്ള് എന്ന് പറയുന്നത്. ഞാൻ വേറെ ആളുടെ കാണുമ്പോഴാണ് ഹാഫായി പോകുന്നത്, അല്ലെ പൊട്ടിയതായിട്ട് കാണുന്നത്. എനിക്കൊരു പപ്പടം കിട്ടി, അതങ്ങനെയാ ഇരിക്കുന്നത്, അത് കഴിച്ചു. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. എങ്ങനെയാണോ അത് വാട്ട് ഈസ്, അത്രയേ ഉള്ളൂ. എന്താണോ അത് അത്രയേ ഉള്ളൂ. അതിനകത്ത് ചെറുതുമില്ല വലുതുമില്ല, തെറ്റില്ല ശരിയില്ല, എല്ലാം ഇല്ല, ഒന്നുമില്ല. എല്ലാം വാട്ട് ഈസ് ദാറ്റ്, ദാറ്റ് ഈസ് വാട്ട്. അതെന്താണോ അതാണ് അത്. പക്ഷെ നമ്മളതിനെ വേറെന്തൊക്കെയോ ആയിട്ട് കാണാൻ ശ്രമിക്കും. അതാണ് പ്രശ്നം. അപ്പൊ നമ്മളെ, അല്ലെങ്കിൽ നിങ്ങളെ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന എന്നെ ഉൾപ്പെടുത്താതെ പറഞ്ഞു കേട്ടോ, നിങ്ങളെ അവിടെ കാണുന്നത് എന്താണോ അതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കത് റിയാലിറ്റിയായിട്ട് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ കൈ മുഴുവൻ ചെളിയായിട്ടിരിക്കുക. അപ്പൊ ചെളി പിടിച്ച വേറൊരു പാത്രം ഞാനിങ്ങനെയാ കഴുകുന്നത്? കഴുകാൻ പറ്റിയല്ല. അപ്പൊ ഞാൻ ആദ്യം ക്ലീൻ ആകണം. അപ്പൊ പുറത്തുള്ള അല്ലെങ്കിൽ ഞാൻ കാണുന്ന റിയാലിറ്റി അല്ലാത്ത സംഗതിയെ റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ റിയലായിട്ട് മാറണം. ക്ലിയറായോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലാണ് മറ്റുള്ളതിനെയൊക്കെ കാണുന്നത്. കാരണം എൻ്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഐ ആം നോട്ട് റിയൽ. ഞാനൊരു മാസ്കും വെച്ചായിരിക്കുന്നത്. ഈ മാസ്ക് കൂടെ മാത്രമേ ഞാൻ കാര്യങ്ങളെ കാണുന്നുള്ളൂ. ആ മാസ്ക് മാറ്റിയിട്ട് കാണുമ്പോൾ മാത്രമേ എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലാകുള്ളൂ. ഈ മാസ്കിന്റെ മുമ്പിൽ കൂടെ ചില ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിന് അതിൻ്റെതായ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ആ കളർ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ആ കളർ എല്ലാത്തിനും കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ മാസ്ക് മാറ്റണം. നമ്മൾ ആദ്യം റിയലായി തീരണം. ആ റിയലായി തീർന്നെങ്കിലേ അൺറിയൽ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാ റിയൽ ആകുന്നത് നിങ്ങൾ ചോദിക്കും. എന്നിലുള്ള അൺറിയൽ ആയിട്ടുള്ളതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള കണ്ണുകൊണ്ട് ഞാൻ അതിനെ കാണണം. അപ്പൊ ആദ്യം ഞാൻ എൻ്റെ കണ്ണിനെ റിയൽ ആക്കി മാറ്റും. അത് സിമ്പിളാ. നമ്മളൊന്ന് റിലാക്സ് ചെയ്താൽ മതി, ഇല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം മെത്തേഡ് അറിയാം. നിങ്ങൾക്കൊക്കെ ഓരോ വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിൽ അങ്ങ് ലയിച്ചിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ റിയലായി.
ഇനി വിശ്വാസം ഇല്ലെങ്കിൽ അല്ലാത്ത തരത്തിൽ കാണുക. എപ്പോഴാണ് നമ്മൾ റിലാക്സ്ഡ് ആകുന്നത്, ശാന്തമാകുന്നത്? രാവിലെ ഏറ്റു കഴിയുമ്പോൾ വെറുതെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ എന്തോ വിശ്വാസം അതിൽ തന്നെ ധ്യാനിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ റിയൽ, ആ സമയത്ത് നിങ്ങൾക്ക് അൺറിയലായിട്ടുള്ളതിനെ കാണാൻ പറ്റും. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇഷ്യൂ ആയിട്ട് തുടങ്ങും വരുന്നെങ്കിലോ, പ്രോബ്ലം ആയിട്ടാണ് വരുന്നെങ്കിലോ, എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴേ നോക്കുമ്പോൾ ദേ അവൻ ഏറ്റിട്ടില്ല, ഇവിടെ ഏറ്റിട്ടില്ല, ഉടനെ വെച്ചപ്പാട് മകളമായി. എടി സ്കൂളിൽ പോകണ്ടേ, ഇന്നലെ പഠിച്ചോ? ഏറ്റ് വരുമ്പോഴേ നമ്മൾ പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. സത്യതയാകും നിങ്ങളെ കിടത്തി ഉറക്കി ശുദ്ധമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഉറക്കത്തോടു കൂടി. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കും. ക്ലീനാക്കിയിട്ട്, ക്ലീനായാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയല്ലോ. അപ്പോൾ ഉറക്കത്തിന് മുമ്പും നിങ്ങൾ ക്ലീൻ ആകും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് യു ആർ ക്ലീൻ. ക്ലീൻ ആകുന്നതാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയല്ലോ. മുമ്പേ പറഞ്ഞ ഈഗോ ഉണ്ടല്ലോ, ഈ സാധനം താഴെ വെക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും. എല്ലാം തിരക്കി താഴെ വെക്കണം. അത് വെച്ച് കഴിയുമ്പോൾ മാത്രമേ ഉറക്കം വരത്തു. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കാണുമ്പല്ലേ, കൈയൊക്കെ ഇങ്ങനെ വരിച്ച്, ഇന്ത്യയിൽ അതിന് അങ്കടായി എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ. ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഏറ്റിങ്ങ വരുന്നത് പരിശുദ്ധമാണത്. പക്ഷെ നിങ്ങൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പിലേ പ്രോബ്ലം ചാടിഞ്ഞോ വരും. വികാരം പല ആൾക്കാരും റെഡി ആയിട്ടിരിക്കുക പ്രോബ്ലത്തിനായി കിട്ടാൻ വേണ്ടിയിട്ട്. Some people are happy to be unhappy. അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആലോചിക്കാൻ പറ്റിയല്ല. അൺഹാപ്പി ആയിട്ട് മാത്രം ഇരുന്നാൽ they are very happy. അതാണ് അവരുടെ പ്രശ്നം. അപ്പൊ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്ലീനായി മനസ്സിനെ ക്ലീൻ ആക്കിയിട്ട് കാണുക. അപ്പൊ നമുക്ക് പ്രോബ്ലം കാണാൻ പറ്റും. പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം? ഒരാളവിടെ നിൽക്കുന്നു, ആ മനുഷ്യനെ നിങ്ങൾ നോക്കുമ്പോൾ തലകുത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ മനുഷ്യനെ നേരെ ആക്കിയാൽ മതി, തീർന്ന പ്രശ്നം. പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഇല്ലേ? ആ തലകുത്തി കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണിന്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാ സംഗതിയും നമ്മൾ തലകുത്തിയേ കാണുള്ളൂ. പക്ഷേ കണ്ണിന്റെ ഉള്ളിൽ ചില ലെൻസിന്റെ അറേഞ്ച്മെന്റ് ഉണ്ട്, അതിനെ എല്ലാത്തിനും ഒന്ന് നേരെയാണ്. ഇതാ സത്യം. എല്ലാത്തിനും തലകുത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ തലയുടെ ഉള്ളിൽ, കണ്ണിന്റെ ഉള്ളിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ലെൻസ് ഉണ്ടല്ലോ, അതിന് പുറമേ വേറൊരു ലെൻസും കൂടെ വെക്കണം. അതിനെ ഒന്നുകൂടെ തലതിരിച്ച് കാണുക. അപ്പൊ പ്രശ്നം തീർന്നു ഇല്ലേ? ഒരാൾ ചിരിച്ചു കാണിച്ചു, അത് നേരെയാണ്. ചിരിച്ചു കാണിക്കാന്ന് പറഞ്ഞാൽ നേരെയാണ് ചിരിക്കാന്ന് പറയുന്നത്. പക്ഷെ ആ ചിരിച്ചതിന് നിങ്ങൾ എന്നെ കളിയാക്കിയതിന്റെ അർത്ഥം കൊടുത്തുന്ന കൂട്ട് തലതിരിഞ്ഞില്ലേ? അങ്ങനെ ചിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ്. പക്ഷെ നിങ്ങൾ അതിനെ തല തിരിച്ചു കണ്ടു. എവിടെ പോയി കാര്യം? സംഗതി ഇപ്പോഴും ചിരിയായിട്ടാ പുറത്ത് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിനെ കണ്ട് തല തിരിച്ചാണ്. അത് പ്രോബ്ലമായി. എല്ലാ യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത്, എല്ലാം കേൾക്കുന്ന എല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളതിനെ യാഥാർത്ഥ്യമല്ലാത്തയാണ് കാണുകയും കേൾക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതാണ് പ്രോബ്ലം. അപ്പൊ NLP കൊണ്ട് ചെയ്യുന്നത് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് കാണാൻ പഠിപ്പിക്കും. അതാണ് NLP. അത് നിങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് എന്നാന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാനിപ്പം നേരം വിളക്കുന്നവരെ ഇത് പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറത്തില്ല. തലയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾ 5 ദിവസം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും
യാഥാർത്ഥ്യത്തെ കണ്ട് പ്രോബ്ലത്തെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നാളെ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. യു ആർ ലക്കി ദി ക്ലാസ് ഇസ് ടുമാറോ. അപ്പോൾ അതിൻ്റെ ഫീസൊക്കെ അടച്ചിട്ട് ചേരുക. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് യുവർ ലൈഫ് എന്താണ് തലതിരിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് മാറ്റം എന്ന് പറഞ്ഞത്. ചിലരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു, NLP പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റി അത്രേ ഉള്ളൂ. മാറിക്കഴിയുന്നു സംഗതി നേരെ പോകുന്നുള്ള രീതി ഇവിടെ നമ്മൾ കാണും കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാം തലതിരിച്ച് കാണുക എന്നുള്ളതാണ്. You are being programmed in such a way that you will see everything in the ഹിന്ദി പറഞ്ഞ ഉൾട്ടാവി എന്ന് പറയും. തലതിരിച്ച് കാണുക. അപ്പം അതിനെ നിങ്ങളൊരു റീപ്രോഗ്രാം നമ്മൾ ചെയ്തു തരും. So that you will see the things straight. ഉള്ളതിനെ മാത്രം കാണും, ഇല്ലാത്തതിനെ കാണത്തില്ല. അപ്പം നമ്മൾ ഇല്ലാത്തതാണ് കാണുന്നത്. അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇല്ലാത്തതിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇല്ലാത്തതിനെ എങ്ങനെയാ കാണുന്നത്? പറയൂ. ഞാൻ ശ്രീജ. ഇപ്പോ കോട്ടയത്ത് നിന്നാണ്. ബേസിക്കലി കണ്ണൂരുകാരിയാണ്. ഒരു 3-4 പരിചയമുള്ള മുഖം മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷം എന്നാലും കാണുമ്പോൾ മേരിക്കുഞ്ഞാൻ്റെയും അഖില് സിസ്റ്റർ ഒക്കെ കൂടെ. ഞാൻ സാറിന്റെ ഓൾഡസ്റ്റ് സീനിയർ സ്റ്റുഡന്റ് ആണ്. വല്ലപ്പോഴേ വരുള്ളൂ. പക്ഷെ എല്ലാ ക്ലാസ്സുകളും അത് ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. എല്ലാ ക്ലാസ്സുകളും കേൾക്കാറുണ്ട്. ആഴ്ചയിൽ ഒന്നെങ്കിലും സാറിനെ ശല്യപ്പെടുത്താറുണ്ട്. ഞാനൊരു 3 വർഷത്തിന് മേലെ സാറിന്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറാത്തത്. അത് സമയത്തിന്റെ ഒരു പ്രശ്നം കൂടെ കൊണ്ടാണ്. പിന്നെ NLP കുറിച്ച് അറിയാൻ വന്ന എല്ലാവർക്കും ഒരു നല്ല വെൽക്കം. കാരണം നമ്മൾ ഇവിടെ തൊട്ട് രക്ഷപ്പെടുവാണ്. പ്രത്യേകിച്ച് സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എപ്പോഴും നേഴ്സറി കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കണമെന്ന്. എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും സൈക്കോളജിയിലോ ഏതിലാണെങ്കിൽ എത്ര ഡിഗ്രി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് ക്ലിയർ സ്ലേറ്റ് ആയിട്ട് ഇരിക്കാനാണ് സാറ് പറയുന്നത്. അതുപോലെ ഇരുന്നാലേ എന്തെങ്കിലും അതിൽ നമുക്ക് എഴുതി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പെന്നും പേപ്പറും ഒന്നും എടുക്കണ്ട. നമ്മുടെ സാറ് എന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഥ പറയുന്ന പോലെയൊക്കെ തോന്നാം. അതൊക്കെ നമ്മുടെ അവിടെ ബ്രെയിനിൽ ഉണ്ടാവും. നമ്മുടെ എന്താ പറയണ്ടേ, നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരും. ഇത് ഞാൻ പറയാൻ വെച്ച കുറെ പോയിന്റ് ഇവരൊക്കെ ആരാണ്ടൊക്കെ പറയുകയും ചെയ്തു. കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാ സാറേ. പിന്നെ മാത്രമല്ല സാറിന്റെ ക്ലാസ്സിലെ ഒരു ക്ലാസ് കൊണ്ട് ഒരു ചേഞ്ച് വരും. പക്ഷെ അങ്ങനെയല്ല, ഒരു ഭയങ്കരമായ ചേഞ്ച്, ലൈഫ് ഫുള്ളായിട്ട് അങ്ങനെ ചേഞ്ച് വരുമെന്ന് തോന്നുന്നില്ല. സാറിന്റെ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് സാറിന്റെ ക്ലാസ്സിൽ കയറുക തന്നെ വേണം. എന്തായാലും നല്ലൊരു പ്രോഗ്രസ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ കാണും. സാറിന്റെ എല്ലാ ഫ്രീ വെബിനാറും സാറിന്റെ ക്ലാസ്സും ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. അതും കൂടെ കയറിയിട്ടേ നമുക്കൊരു ഇതിനെ കുറിച്ചൊരു ചെറിയ ഒരു ഐഡിയ എങ്കിലും കിട്ടുള്ളൂ. അപ്പം എല്ലാരെയും നാളത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. CF ജാനകിയുടെ അസിസ്റ്റന്റ് വാക്ക് പറയൂ. ഞാൻ സാറിന്റെ ക്ലാസ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് എന്തായാലും എനിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്നു വെച്ചാൽ ഞാൻ
ഒരുപാട് പോലെയുള്ള എന്താ പറയണ്ടേ പ്രശ്നങ്ങള് അങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ആദ്യത്തേതൊക്കെ. അപ്പൊ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കാനുള്ളതായിട്ടുള്ളത് എനിക്ക് ആദ്യം സുരേഷ് ബാബു സാറിന്റെ ക്ലാസ്സിൽ തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന് എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ സാറ് തിരക്കിലായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. പിന്നെ നമ്മളെ മുഖം മൂടി സാർ പറഞ്ഞ പോലെ നമ്മളെ മുഖം മൂടി മാറ്റാതെ നമുക്ക് അത്രയായാലും അതങ്ങനെയാണെന്ന് കാണാൻ പറ്റൂലല്ലോ. അപ്പൊ ആദ്യം നമ്മളെ മുഖം മൂടി തന്നെ ഒരുപാട് മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ആ ഒരു മുഖംമൂടി എനിക്കുണ്ട്. അത് എനിക്ക് തന്നെ അറിയാം എനിക്ക് ആ ഒരു മുഖംമൂടി ഉണ്ടെന്ന്. പക്ഷെ അത് ഒരുപാട് കട്ടിയുള്ളതല്ല, നോർമൽ ഉള്ളതാണ്. പക്ഷെ ആ നോർമൽ ഉള്ളതിൽ നിന്ന് അങ്ങനെ ഞാൻ പുറത്തു വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഈ ക്ലാസ് ഇങ്ങനെ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം എനിക്ക് സംഭവിക്കും തന്നെയാണ് തോന്നുന്നത്. വളരെ നല്ല ഒരു മാറ്റത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ജലജ രാജീവ് 2 വാക്ക് പറയും. നമസ്കാരം സർ. നമസ്കാരം. ഞാനും കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. സാറിന്റെ മിക്കവാറും തന്നെ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. NLP നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. NLPയുടെ അഡ്വാൻസ് ലെവലും സെക്കൻഡ് ലെവലും എല്ലാം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ NLP എൻ്റെ സ്വന്തം ജീവിതത്തിലും, ഞാനൊരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ആളും കൂടിയാണ്. എനിക്ക് NLP എൻ്റെ സ്വന്തം ജീവിതത്തിലും നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ കാര്യത്തിലും എനിക്ക് ഉപയോഗിക്കാനായിട്ട് ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പലപ്പോഴും വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ സാറിൻ്റെ ക്ലാസ്സിൽ കയറുക എന്നുള്ളത് ഇപ്പം അത് എന്താ പറയുക, സ്ഥിരമായിട്ട് കയറണം എന്ന് തന്നെ ഒരു തോന്നലും കൂടി വരല് എന്ന് വെച്ചാൽ സാറിൻ്റെ ആ ക്ലാസ്സിൻ്റെ വേറൊരു രീതിയിലാണ് സാറിൻ്റെ ക്ലാസ്. മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സമീപനമാണ് ഈ ക്ലാസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതും എനിക്ക് വളരെയധികം എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ സൊല്യൂഷൻ ടു യുവർ പ്രോബ്ലംസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് NLP പഠിച്ചപ്പോഴും അതിന് ശേഷം അപ്ലൈ ചെയ്തപ്പോഴും ഒക്കെ തോന്നിയിട്ടുള്ളത്, നമ്മളുടെ ചിന്തകൾ, നമ്മൾ ധരിച്ചു വെച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെ ഒരു മറ്റൊരു കോണിലൂടെ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊരു രീതിയിൽ ഒന്ന് റീഫ്രെയിം ചെയ്താൽ നമ്മുടെ അവിടെ സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോബ്ലംസിൻ്റെയും കൂടെ തന്നെ അതിൻ്റെ ഉത്തരവുമുണ്ട്. നമ്മുടെ താഴിൻ്റെ കൂടെ താക്കോൽ ഉണ്ടെന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിനെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലേക്ക് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോവാറ്. പിന്നെ സാറിൻ്റെ ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുമ്പോൾ എന്തായാലും വീണ്ടും അത് കുറെ നമ്മുടെ മനസ്സിൻ്റെ അത് ഉറച്ച് കിട്ടാനുള്ളൊരു മാർഗം കൂടി ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. സാറിൻ്റെ ഏതെങ്കിലും എന്താ പറയുക, ഒരു മാസ്റ്ററി ക്ലാസ്സോ എന്തെങ്കിലും എനിക്ക് കയറണം എന്നുണ്ട്. അതിൻ്റെ ഒരു സമയം അനുവദിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഏതായാലും സാറിൻ്റെ ഒരു ക്ലാസ്സിൽ എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യും. പിന്നെ എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഈ കുറച്ചുകൂടി ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയിപ്പോൾ ആരും തന്നെ ഇവിടെ ഇല്ലെന്നൊന്ന് പറയാനുള്ളവരല്ലേ? അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. നാളെ ബേസിക് ക്ലാസ് തുടങ്ങുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇനിയും ചേരാൻ ടൈമുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തോ? ഓക്കെ, ഗുഡ് നൈറ്റ്.